നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 73-ാം ഭരണഘടനാ ഭേദഗതി നോക്കിയിരുന്നു. പഞ്ചായത്തി രാജ് സംവിധാനത്തെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കണ്ടതിന് ശേഷം ആ ക്ലാസ് ഒന്ന് പോയി കാണുക. അതിലെ പ്രധാനപ്പെട്ട നോട്ടുകളൊക്കെ എന്താണ് ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് നോക്കുന്നത്. 74-ാം ഭരണഘടനാ ഭേദഗതിക്ക് എന്താണ് അതിൻ്റെ പ്രത്യേകത? 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി. എന്താണ്? മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് 74-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതി പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും. 74-ാം ഭരണഘടനാ ഭേദഗതി 1992 പാസ്സാക്കിയത്. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ പാസ്സാക്കിയതെന്നാണ് പറഞ്ഞത്. 1992 74-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്. അത് നിലവിൽ വന്നത് എന്നാണ്? 1993 ജൂൺ 1 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1993 ജൂൺ 1 ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്? 1993 ജൂൺ 1 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു പ്രസിഡന്റ്. പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് 74-ാം ഭരണഘടനാ ഭേദഗതി. 74-ാം ഭരണഘടനാ ഭേദഗതി 1992 പാസ്സാവുകയും 93 ജൂൺ 1 നിലവിൽ വരികയും ചെയ്തു. 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവുവും ഇന്ത്യയുടെ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയുമായിരുന്നു. 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നഗരപാലികാ സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തത് എവിടെയാണ്? പാർട്ട് 9A ആണ്. എന്ത്? 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കിയത് പാർട്ട് 9A ആണ്. ഭാഗം എന്ന് പറഞ്ഞാൽ പാർട്ട് 9A ആണ്. അതുപോലെ തന്നെ 12ാമത്തെ പട്ടിക ഷെഡ്യൂൾ 12ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തതും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത പട്ടികയാണ് ഏത്? 12ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത പട്ടികയാണ്. ഇതിൽ 18 വിഷയങ്ങളാണ് പറയുന്നത്. ഇനി അനുച്ഛേദം അഥവാ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊക്കെ ആർട്ടിക്കിളുകളാണ്? ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെ എന്താണ്? 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ സംവിധാനത്തിനെ ശക്തമാക്കിക്കൊണ്ടുവന്നത് ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെയാണ് നഗരപാലിക സംവിധാനത്തെ പറ്റിയിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗം അതേതാണ്? പാർട്ട് 9A ആണ് കൂട്ടിച്ചേർത്തത്. പട്ടിക ഏതാണ്? പട്ടിക 12 ആണ്. അതിൽ 18 വിഷയങ്ങളാണുള്ളത്. അനുച്ഛേദം 243P ആണ്. P മുതൽ 243Z വരെയാണ്. ഇനി കേരള മുനിസിപ്പാലിറ്റി ആക്ട്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് ഏത് സമയത്താണെന്നറിയോ? 1994 മെയ് 30 കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വരുന്നത്. എന്നാണ്? 1994 മെയ് 30 കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വരുന്നത്.
74 ഭേദഗതി നിയമത്തെയാണ് നമ്മൾ നഗരപാലികാ സംവിധാനം എന്നാണ് അറിയപ്പെടുന്നത്. അതും ഓർത്തു വെക്കുക. 74 ഭേദഗതി നിയമത്തെയാണ് നമ്മൾ നഗരപാലികാ സംവിധാനം എന്നും അറിയപ്പെടുന്നത്. നഗരപാലികാ സംവിധാനത്തിൽ 3 തരത്തിലുള്ള നഗരഭരണ സ്ഥാപനങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നഗരപഞ്ചായത്ത്, നഗരസഭകൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. ഇത് നഗരങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് നഗരപഞ്ചായത്ത്, നഗരസഭകൾ, അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? അതിനെ തരംതിരിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വരുന്നത് 1994 മെയ് മാസം 30-നാണ്. 74 ഭേദഗതി നിയമത്തെ നമ്മൾ നഗരപാലികാ സംവിധാനം എന്നാണ് അറിയപ്പെടുന്നത്. നഗരപാലികാ സംവിധാനത്തിൽ 3 തരത്തിലുള്ള നഗരഭരണ സ്ഥാപനങ്ങളാണുള്ളത്. നഗരപഞ്ചായത്തുകൾ, നഗരസഭകൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. അത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഡിവിഷൻ ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക സംവിധാനം. 74 ഭരണഘടനാ ഭേദഗതിയാണ് 74 ഭേദഗതി നിയമമാണ് നഗരപാലികാ സംവിധാനം എന്നറിയപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ എന്താണ്? നഗരപാലികാ സംവിധാനത്തെ പറ്റി പറയുന്നതാണെന്ന് പറഞ്ഞു. ഓരോ ആർട്ടിക്കിളുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുകൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 243 ആണ് ഒരു നിർവചനം നൽകുന്നത്. മുനിസിപ്പൽ സംവിധാനത്തിന് അല്ലെങ്കിൽ നഗരപാലികയ്ക്ക് ഒരു നിർവചനം നൽകുന്നത് ആർട്ടിക്കിൾ 243 ആണ്. 243 എന്താണ്? മുനിസിപ്പാലിറ്റിയുടെ രൂപീകരണമാണ് പറയുന്നത്. 243 243 എന്താണ്? ഒരു നിർവചനം നൽകുന്നു. 243 എന്താണ്? മുനിസിപ്പാലിറ്റിയുടെ രൂപീകരണമാണ് പറയുന്നത്. 243 എന്താണ്? മുനിസിപ്പാലിറ്റിയുടെ ഘടനയാണ്. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കാൻ എളുപ്പം. എന്തായാലും 243 ആരംഭിക്കുന്നത്. പി ഒരു നിർവചനം കൊടുക്കുന്നെങ്കിൽ എന്താണ്? മുനിസിപ്പാലിറ്റിയുടെ രൂപീകരണത്തെ പറ്റി പറയുന്നുണ്ട്. എന്താണ്? രൂപീകരിക്കുമ്പോൾ അതിനൊരു ഘടനയുണ്ടാവുമല്ലോ. അതിൻ്റെ ഘടനയെ പറ്റിയിട്ടാണ് പറയുന്നത്. 243 എന്താണ്? വാർഡ് കമ്മിറ്റികൾ മുതലായവയുടെ രൂപീകരണവും ഘടനയൊക്കെയാണ് 243 പറയുന്നത്. എന്താണ്? വാർഡ് കമ്മിറ്റികൾ മുതലായവയുടെ രൂപീകരണവും ഘടനയുമാണ് 243 പറയുന്നത്. 243 എന്താണ്? സ്ഥാനങ്ങൾ സംവരണം ചെയ്യലാണ് പറയുന്നത്. 243 സ്ഥാനങ്ങൾ സംവരണം ചെയ്യലാണ് പറയുന്നത്. 243 എന്താണ്? മുനിസിപ്പാലിറ്റികളുടെ കാലാവധിയാണ് 243 പറയുന്നത്. 243 അംഗങ്ങളുടെ അയോഗ്യതകളാണ് 243 പറയുന്നത്. 243 എന്താണ്? മുനിസിപ്പാലിറ്റികളുടെ അധികാരവും അധികാര ശക്തിയുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. 243 എന്താണ് പറയുന്നത്? മുനിസിപ്പാലിറ്റികളുടെ അധികാരവും അധികാര ശക്തിയും. 243 മുനിസിപ്പാലിറ്റികൾക്ക് നികുതി ചുമത്താനുള്ള അധികാരമാണ് 243 പറയുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട 243 മുതൽ 243 വരെയാണ് മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുകളാണ് നമ്മൾ ഈ നോക്കിയത്. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 243 ഒരു നിർവചനം കൊടുക്കുന്നു. 243 മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണമാണ്. അതുപോലെ 243 മുനിസിപ്പാലിറ്റികളുടെ ഘടനയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് 243 എന്താണ്? മുനിസിപ്പാലിറ്റികളുടെ അധികാരവും അധികാര ശക്തിയുമാണ് 243 പറയുന്നത്. നമ്മൾ 74 ഭരണഘടനാ ഭേദഗതിയാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് 74 ഭരണഘടനാ ഭേദഗതി. 1992 പാസ്സാക്കുകയും 1993 ജൂൺ 1 നിലവിൽ വരികയും ചെയ്ത 74 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി നരസിംഹറാവുവും രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയുമായിരുന്നു. കൂട്ടിച്ചേർത്ത ഭാഗമാണ് ഭാഗം 9A. പട്ടിക ഏതാണ്? കൂട്ടിച്ചേർത്ത പട്ടിക കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് 12ാമത്തെ പട്ടികയാണ്. ഭരണഘടനയിൽ ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത പട്ടികയും ഏതാണ്? 12ാമത്തെ പട്ടികയാണ്. അനുച്ഛേദം 243 മുതൽ 243 വരെയാണ്.
അതുപോലെ തന്നെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വരുന്നത് 1994 മെയ് മാസം 30 74 ഭേദഗതി നിയമത്തെ നഗരപാലികാ സംവിധാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. നമുക്കറിയാം 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കാറുള്ളതാണ്. ഒട്ടുമിക്ക എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 74 ഭരണഘടനാ ഭേദഗതി ആവർത്തിച്ച് കേട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക.